സ്മൃതി നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ പ്രതിപക്ഷം പൂർണ്ണ മനസ്സോടുകൂടി തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്രെയിം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദില്ലിയിൽ അവർ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്, പഞ്ചാബിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഒന്ന് പരസ്യമായി രംഗത്തിറങ്ങാനുള്ള ഒരു വൈമനസ്യം എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ മുഖഭാവങ്ങളിലും അവരുടെയൊക്കെ ഇടപെടലുകളിലും നമ്മൾ കാണുകയാണ്. ഞാൻ ഈ ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യ ബ്ലോക്കിന് വലിയ നിലയിൽ ഊർജം നൽകുമെന്ന് വിശ്വസിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ആ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ ആ നിലയിൽ യഥാർത്ഥത്തിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ? ഇനി ഈ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതു പാർട്ടികളോ ഒക്കെ തന്നെയും പരസ്യമായി നടുറോട്ടിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ ധാർമ്മികമായ വിജയം നേടാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുമോ? നമുക്ക് ഇവിടെ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാത്തത്? അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാതെ ജയിലിൽ നിന്ന് ഭരിക്കാൻ സാധിക്കുമോ? 2012 മുതൽ 2014 വരെ ഈ രാജ്യത്തോട് ഈ അരവിന്ദ് കെജ്രിവാളും സംഘവും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അഴിമതിക്കെതിരെ എല്ലാ അധികാരവുമുള്ള അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ പടപൊരുതിയിട്ടുള്ളത്. നോക്കൂ, ഇനിയിപ്പോൾ അന്ന് അവർ പറഞ്ഞ ഈ ലോക്പാൽ പോലുള്ള ഒരു ഏജൻസി ആണെങ്കിൽ തന്നെ അതിനെയും സർക്കാരിൻ്റെ നോമിനി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൂടി നോമിനി ആയിരിക്കും. അങ്ങനെ ഒരു ഏജൻസി ഈ നിലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് അത് എതിർത്ത് പറയാൻ കഴിയുമോ? ആ അന്വേഷണവുമായി ഞാൻ സഹകരിക്കാമെന്നല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അന്ന് മോബോക്രസിയാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പ്രദായികമായിട്ടുള്ള സർക്കാരിനെതിരായി ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് സർക്കാരിൻ്റെ അധികാരമാണ് തിരികെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്കെതിരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആശങ്ക അവിടെയൊന്നുമല്ല. എൻ്റെ ആശങ്ക എന്ന് പറയുന്നത്, അന്ന് അവർ പറഞ്ഞ വാക്കിൽ അവർക്ക് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും തുടരാനാകുമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാനാവുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഒരു സെന്തിൽ ബാലാജി കേസിൽ സുപ്രീം കോടതി ഒരു മന്ത്രി ഏതെങ്കിലും ഒരു ആരോപണത്തിന്മേൽ ജയിലിൽ കഴിയേണ്ടി വന്നാൽ എങ്ങനെ ആയിരിക്കണം കാര്യങ്ങളെന്ന് സംബന്ധിച്ച് തമിഴ്നാട് ഹൈക്കോടതി വിധി പറഞ്ഞത്. അതിനകത്ത് പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള ബേസിക് നോംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഗുഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രസ്റ്റ് എന്നുള്ളതാണ്. ഒരാൾക്ക് നോക്കൂ, ഒരു മുഖ്യമന്ത്രിക്ക് ജയിലിൽ കിടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറിയെ വിളിക്കാൻ കഴിയുമോ? ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ കഴിയുമോ? പുറം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു ആശയവിനിമയം സാധ്യമാവുമോ? അങ്ങനെ ആകാതെ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാൾ എന്ത് ചെയ്യുന്നു? ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ കൊടും ഭീകരന്മാരും കള്ളന്മാരും, അതായത് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരിൽ അഴിമതിക്കാരുണ്ടാവുമല്ലോ, അവർ ഈ കീഴ്വഴക്കല്ലേ എടുക്കുക. അങ്ങനെ ഒരു കീഴ്വഴക്കമാണോ യഥാർത്ഥത്തിൽ 2012 മുതൽ 2014 വരെ ഇവരുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ കാലഘട്ടത്തിൽ ഇവർ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ആയിരുന്നില്ല. നോക്കൂ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉടനെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ജയിലിൽ പോകുമ്പോഴേക്കും ആം ആദ്മി പാർട്ടി ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ? സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാൻ. അപ്പോൾ ഞാനും എൻ്റെ തട്ടാനും ഭാര്യയല്ലാതെ അവർക്ക് വേറെ ഒരാളില്ലേ? അപ്പോൾ ഈ തരത്തിൽ നോക്കുക, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ചുരുക്കത്തിൽ ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കാം. ഈ വലിയ റാലി സംഘടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ രാജ്യത്തിന് മുമ്പിൽ വെക്കാനുള്ള മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ വലിയ റാലികൾ സംഘടിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. Meet the editors.